വഖഫ് ഭേദഗതി ബില്ല് ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. 14 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കും വോട്ടെടുപ്പിനൊടുവിൽ 288 പേരുടെ പിന്തുണയോടെയാണ് ബില്ല് ലോക്സഭയിൽ പാസ്സായത്. 232 പേർ ബില്ലിനെ എതിർത്തു. വിവരങ്ങൾ നൽകാനായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, കേരളം കണ്ട അല്ലെങ്കിൽ കേരളം കാത്തിരുന്ന ഏറ്റവും വലിയൊരു വിധി എന്താകുമെന്ന്, മുനമ്പം ജനതയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു വഖഫ്, ഒപ്പം തന്നെ അവരുടെ ഭൂമി അവരുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഇതിനാണ് ലോക്സഭയിൽ ഇന്നലെ തീരുമാനമായത്. നീണ്ട 8 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ബിൽ പാസ്സായി എന്നുള്ളൊരു ആശ്വാസ വാർത്ത ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രതികരണം അല്ലെങ്കിൽ BJP സർക്കാരിനുമേൽ ഉള്ള അവരുടെ ഒരു വിശ്വാസം കൂടി അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇന്ന് രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ വോട്ടെടുപ്പിൽ 288 പേരുടെ പിന്തുണയോടെയാണ് ബില്ല് ലോക്സഭയിൽ പാസ്സായിരിക്കുന്നതും. കൂടുതൽ വിശദാംശങ്ങൾ ഗൗതം. അഞ്ജന, ഇന്നലെ ലോക്സഭയിൽ ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ മുനമ്പം പലതവണ ഉയർന്നു കേട്ടിരുന്നു. ആദ്യം ഈ ബില്ല് സഭയിൽ വയ്ക്കുന്ന സമയത്ത് തന്നെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു മുനമ്പവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. അവിടെ പാവപ്പെട്ട ക്രൈസ്തവ ജനത ഇപ്പോൾ നേരിട്ടുകൊണ്ട് നിൽക്കുന്ന പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഈ ബില്ല് സഭ കടന്നു പോകേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് ബില്ല് മേശപ്പുറത്ത് വയ്ക്കുന്ന സമയത്ത് തന്നെ കിരൺ റിജിജു പറഞ്ഞത്. അതിനുശേഷം പല തവണ മുനമ്പവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷകാര്യ വകുപ്പിന്റെ സഹമന്ത്രി മലയാളിയായ ജോർജ് കുര്യൻ അദ്ദേഹം മുനമ്പം വിഷയത്തെ ഉയർത്തിക്കാട്ടി. നരേന്ദ്രമോദിക്കും ഈ ബില്ലിലും മാത്രമേ മുനമ്പത്തെ ജനതയ്ക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയൂ എന്നാണ് ജോർജ് കുര്യൻ വ്യക്തമാക്കിയത്. അങ്ങനെ വലിയ തോതിലുള്ള ഏതാണ്ട് 14 മണിക്കൂറിനടുത്ത് നീണ്ടുനിന്ന ചർച്ചകൾക്കിടയിലെല്ലാം മുനമ്പവും കേരളത്തിൽ വഖഫ് നടത്തിയ അധിനിവേശവും ക്രൈസ്തവ സമൂഹത്തെ ഇത് എത്രത്തോളം ദോഷകരമായി പല സ്ഥലത്ത് ബാധിച്ചു തുടങ്ങിയ വിഷയങ്ങൾ വളരെ സജീവ ചർച്ചയായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ രാജ്യസഭയിലേക്ക് കൂടി ബില്ല് എത്തുകയാണ്. ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ രാജ്യസഭയിൽ സംസാരിക്കും. ഈ ഘട്ടത്തിൽ മുനമ്പം വിഷയം ഇന്നും പാർലമെന്റിൽ സജീവ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. KCBC ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘടനകൾ മുനമ്പം വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ ബില്ലിനെ അനുകൂലിക്കണമെന്ന് കേരളത്തിലെ MP-മാരോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇന്നലത്തെ വോട്ടെടുപ്പിൽ സുരേഷ് ഗോപി ഒഴിച്ചുള്ള ബാക്കി 19 MP-മാരും എതിരെയാണ് വോട്ട് ചെയ്തത്. ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ബില്ലിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തിരുന്നു. അതിനാൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആവശ്യത്തെ ഉൾപ്പെടെ നിരാകരിച്ചുകൊണ്ട് തീവ്ര ഇസ്ലാമിക വോട്ടിന് വേണ്ടി ഈ കേരളത്തിലെ 19 MP-മാർ ഇന്നലെ വോട്ട് ചെയ്തു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഇന്നിപ്പോൾ രാജ്യസഭയിലും വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രക്രിയ വൈകുന്നേരം നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാകും രാജ്യസഭയിലും ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ മുനമ്പത്തും ഇന്നലെ വൈകുന്നേരം വലിയ ആഹ്ലാദ പ്രകടനം നടക്കുന്നുണ്ടായിരുന്നു. ഈ ബില്ല് അർദ്ധരാത്രിയിലാണ് പാസ്സാക്കിയത്. ഏതാണ്ട് 12 മണിക്കടുത്ത് ചർച്ച ഉണ്ടായി. അതിനുശേഷം പിന്നീട് പ്രതിപക്ഷം കൊണ്ടുവന്ന വിവിധ ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളിയതിനു ശേഷമാണ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള വോട്ടെടുപ്പിലേക്ക് സഭ കടന്നത്. അതിനാൽ 2 മണിക്ക് ഈ വോട്ടെടുപ്പ് നടന്നു. പിന്നീട് അതിനുശേഷവും സഭാ നടപടികൾ മുന്നോട്ട് പോയി. 2:42-നാണ് ലോക്സഭ ഇന്നലെ പിരിഞ്ഞത്. ഇന്നലെ 2 മണിക്ക് ബില്ല് പാസ്സാക്കുന്ന സമയത്ത് പോലും മുനമ്പത്ത് ആഹ്ലാദ പ്രകടനവും വലിയ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. അതിനാൽ കേരളത്തിലുൾപ്പെടെ വലിയ ചർച്ചയാകപ്പെട്ട ഒരു വിഷയമാണ് വഖഫ് ഭേദഗതി ബില്ല്. സ്വാഭാവികമായും അത് പാസ്സാകുന്നു പറയുമ്പോൾ ഈ വഖഫ് കടന്നുവരവിന്, വഖഫിൻ്റെ അധിനിവേശത്തിന് ഇരകളാക്കപ്പെട്ട ലക്ഷക്കണക്കിന് ജനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവർക്കെല്ലാം വലിയ ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്ന ഒരു നീക്കമാണ് ഈ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. അഞ്ജന.